ഹായ് ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ഇപ്പോഴും അച്ചുവിന്റെ വിവാഹ ആഘോഷങ്ങൾക്ക് വേണ്ടിയിട്ട് എല്ലാവരും തയ്യാറെടുക്കുമ്പോഴും ഇതുവരെ അച്ചുവിനെ കണ്ടുപിടിക്കാനായിട്ട് സേതുവിനോ പല്ലവിക്കോ സാധിച്ചിട്ടില്ല. ഇനി ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ അച്ചുവിനെ കാണാതെ നെട്ടോട്ടം ഓടിക്കൊണ്ടിരിക്കുവാണ് സേതുവും പല്ലവിയും. ഈ സമയത്ത് ഋതു പകുതി ദൂരം വരെയും പോയതിനു ശേഷം അച്ചുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഋതുവിന് സാധിച്ചില്ല. ഋതു തിരിച്ച് അമ്പലത്തിലേക്ക് തന്നെ എത്തി. അമ്പലത്തിൽ എത്തിയതിനു ശേഷം പൂർണിമയോട് പറയുന്നുണ്ട്, അച്ചുവിനെ കണ്ടുപിടിക്കാനായിട്ട് ഇതുവരെയും സാധിച്ചില്ല എന്നും അതുകൊണ്ട് ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല, നമുക്ക് എല്ലാവരോടും തുറന്നു പറയാം, അവിടെ എല്ലാവരോടും നിഖിലിനോടും കുടുംബത്തിനോടും സത്യം തുറന്നു പറയാം എന്നൊക്കെ നമ്മുടെ ഋതു പറഞ്ഞു. പക്ഷെ പൂർണിമയ്ക്ക് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, എന്തായാലും അച്ചു തിരിച്ചു വരും. ആ സമയത്ത് പല്ലവിയോ സേതുവും കൂടി നിരഞ്ജനെ വിളിച്ചു പറഞ്ഞു. പക്ഷെ നിരഞ്ജന പറഞ്ഞത് അച്ചുവിന്റെ ടവർ ലൊക്കേഷൻ നോക്കുമ്പോൾ പൊന്നുമടം തറവാടാണ് അവസാനമായിട്ട് ഫോൺ സ്വിച്ച് ഓഫ് ആയതായിട്ട് കാണിക്കുന്നത്. അപ്പൊ പിന്നെ എന്ത് സംഭവിച്ചു എന്ന് അറിയത്തില്ല, ഞങ്ങള് ഫുള്ള് നോക്കുന്നുണ്ട്. അപ്പൊ പൊന്നുമടം തറവാട്ടിൽ വെച്ച് എങ്ങനെ അച്ഛന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി? അച്ചു സാധാരണ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാത്തതാണ്, ഫോൺ ഓഫ് ചെയ്യാറില്ല. എത്ര പേര് അവളെ ഫോണിൽ വിളിക്കും? അപ്പൊ അതുകൊണ്ട് അവൾ അങ്ങനെ ചെയ്യാൻ സാധ്യതയില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഇതിന്റെ ഇടയിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന് നല്ലതുപോലെ പല്ലവിക്കാണെങ്കിലും സേതുവിനാണെങ്കിലും മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പല്ലവിയുടെ ഫോണിലോട്ടൊരു വീഡിയോ വന്നത്. അതിൽ അച്ചുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന രംഗങ്ങളാണ് കാണിച്ചത്. ഉടനെ തന്നെ ആ ഒരു വീഡിയോ ഏതിൽ നിന്ന് വന്നു എന്ന് കാണാൻ വേണ്ടിയിട്ട് ഉടനെ തന്നെ പല്ലവി ഫോണെടുത്ത് ആ നമ്പറിലോട്ട് വിളിച്ചു. കോൾ എടുത്തപ്പോഴാണ് പല്ലവിക്കും സേതുവിനും മനസ്സിലായത് ഇന്ദ്രനാണ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത്. ആ സമയത്ത് പല്ലവി ഇന്ദ്രൻ തട്ടിക്കൊണ്ടു പോയി, എത്രയും പെട്ടെന്ന് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, അവിടേക്ക് നിങ്ങൾ എത്തുന്നതാണ് നല്ലത്, പോലീസിനെ അറിയിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്ത് സംഭവിക്കും എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ എന്നൊക്കെ ഭീഷണിപ്പെടുത്തി. അങ്ങനെ സേതുവും പല്ലവിയും കൂടി ഇന്ദ്രൻ പറഞ്ഞ ലൊക്കേഷനിലോട്ട് പോകുവാണ്. ഈ സമയത്ത് നേരെ പൂർണിമയെ പല്ലവി വിളിച്ച് പറഞ്ഞു, അച്ചുവിന് ഒരു കുഴപ്പമില്ല, ഞങ്ങൾ അച്ചുവിനെയും കൊണ്ടേ വരത്തുള്ളൂ, സ്ഥലവും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, ഇനി എന്തായാലും അവിടുത്തെ ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിക്കോ എന്ന് പൂർണിമയോട് പറയുന്നുണ്ട്. അപ്പൊ ആദ്യം പൂർണിമയ്ക്ക് നല്ല ടെൻഷനായിരുന്നു. പല്ലവി അച്ഛനെ കൊണ്ട് വരും എന്ന് പറഞ്ഞെങ്കിൽ പോലും ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ നിഖിലിന്റെ അമ്മയും പ്രതാപനൊക്കെ കൂടി പൂർണിമയോട് വന്ന് ദേഷ്യപ്പെടുകയും ഋതുവും സ്വാതിയും കൂടി അവസാനം അച്ചുവിനെ കാണാനില്ല, അച്ചു വന്നിട്ടില്ല എന്ന് സത്യം തുറന്നു പറയാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പല്ലവി വിളിച്ചിട്ട് പറഞ്ഞത്, ആ ഒരു ഒരുക്കങ്ങളൊന്നും പൂർത്തിയാക്കിക്കോ അമ്മേ, എന്തായാലും ഞങ്ങൾ അച്ഛനെ കണ്ടുപിടിച്ചു കഴിഞ്ഞു, അച്ഛനെയും കൊണ്ടേ വരത്തുള്ളൂ, ഇനി പേടിക്കേണ്ട ആവശ്യമില്ല. പല്ലവി അത്രയ്ക്ക് പൂർണിമാമയ്ക്ക് വിശ്വാസമാണ്. പല്ലവി പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കാര്യം തീരുമാനിച്ചു കഴിഞ്ഞാൽ പല്ലവി അത് ചെയ്തിരിക്കുമെന്ന് പൂർണിമാമയ്ക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഭയങ്കര സന്തോഷത്തിലാണ് പൂർണിമാമയും. ഈ സമയത്ത് ഇന്ദ്രനെ തേടിക്കൊണ്ട് അവരവിടേക്ക് എത്തുവാണ്. പക്ഷെ പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ തന്നെ ആയിരിക്കും ഇനി നടക്കാൻ പോകുന്നത്. അത് മാത്രമല്ല, ഇന്ദ്രൻ ചില സത്യങ്ങളും കൂടി പറയുമ്പോൾ ആ ഒരു സത്യങ്ങൾ കേട്ട് കഴിഞ്ഞാൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? കാരണം നിരഞ്ജന മാഡം ഒരു കാര്യം പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൊന്നുമടം തറവാട്ടിൽ വെച്ചാണ് അച്ചുവിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നത്. ഒരിക്കലും അച്ചു അങ്ങനെ ചെയ്യത്തില്ല. അപ്പൊ പൊന്നുമടത്തിൽ വെച്ച് അച്ചുവിന് ഈ ഫോൺ സ്വിച്ച് ഓഫ് ആവണമെങ്കിൽ അച്ചുവിനെ തട്ടിക്കൊണ്ട് അതും പാർലറിലോട്ടാണ് പോയത് എന്നൊക്കെ കൃത്യമായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ആരോ ഒറ്റിയിട്ടുണ്ട് എന്ന് സേതുവിനും പല്ലവിക്കും അറിയാം. പക്ഷെ അത് ആരായിരിക്കും? അങ്ങനെ ഭയങ്കര ടെൻഷനിലാണ്. ഈ സമയത്ത് ഹരിയും നല്ല പ്രാർത്ഥനയിലാണ്. മിത്രേട്ടനും എല്ലാവരും ഹരിയാണ് കുറ്റം പറഞ്ഞത്. നീ ആ സമയത്ത് അച്ഛനോട് ഇഷ്ടമാണെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ അച്ഛൻ ഇങ്ങനെ ഒരു ദുരന്തം സംഭവിക്കത്തില്ലായിരുന്നു എന്ന് ഹരിയോട് എല്ലാവരും പറഞ്ഞു കുറ്റപ്പെടുത്തി. അപ്പൊ ഹരിയും പ്രാർത്ഥിക്കുവാണ് അച്ഛന് ഒരു അപകടവും സംഭവിക്കാതെ തിരിച്ചെത്തണമേ എന്ന്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം. അതുവരേക്കും ബൈ.